ഇനി നമ്മൾ 14ാമത്തെ കൊല്ലം അടുത്ത പേജ് വായിക്കാം. ഹിജറ ചരിത്രത്തിലെ നമുക്ക് മനസ്സിലായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ കയറേണ്ട ഒരു ചരിത്രമാണ് സത്യത്തിൽ ഹിജറയുടെ പോക്ക്. ഒരു ഹോംപ്ലേറ്റ് അടിക്കാൻ നമുക്ക് തീയൊന്നും വേണ്ട, ആ ചട്ടി പുറത്തുവച്ചാൽ മതി എണ്ണ ഒഴിച്ചിട്ട്. അത്രയ്ക്ക് ചൂടാണ്. കഴിഞ്ഞ ഹജ്ജിന് എത്രയോ ആൾക്കാർ മരണപ്പെട്ടു. 52-54 ഡിഗ്രി ചൂട് വരികയാണ്. പക്ഷെ ആ പഴയ കാലത്തുള്ള ചൂട്, മുകളിലെ ചൂട്, ഈ മരുഭൂമിയിലെ ചൂട് എന്തൊക്കെ സഹിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാകും. സത്യത്തിൽ നമ്മളെ മനസ്സിലൊരു ഫോട്ടോ വരണം. ആ മനുഷ്യന്മാരുടെയൊക്കെ ശരീരത്തിൻ്റെ ഒരു ആകൃതി എന്തായിരിക്കും, അവരെ വസ്ത്രം എന്തായിരിക്കും, അവരെ കാലിൻ്റെ അടിയൊക്കെ എന്തായിരിക്കും, അതൊക്കെ ചുട്ടുപൊള്ളി വിണ്ട് കീറി കല്ലൊക്കെ തടഞ്ഞു ചോര ഒലിപ്പിച്ച് കരിഞ്ഞു ഉണങ്ങിയിട്ടായിരിക്കും ഒരു പക്ഷെ അവർ മദീനത്തെത്തിണ്ടാകും. പല ആളുകൾ ഹജ്ജിന് പോയി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഉംറക്ക് പോയതിനു ശേഷം മക്ക ഒരുപാട് വിഭാഗത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ മദീന എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ട് ഒരു ഇമോഷൻ പ്രകടിപ്പിക്കാറുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ നാടുകളിലെ ചില സൗദി അറേബ്യ അല്ലെങ്കിൽ പ്രവാചകനെ പറ്റിയിട്ടുള്ള പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് എത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പാട്ടുകളിലൊക്കെ മദീനയെ പുൽകാനുള്ള പൂതിയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഒന്ന്, എന്താണ് അതിനുള്ളൊരു കാരണം? രണ്ട് സ്ഥലത്തെ അറിയാൻ പറ്റുന്ന ബഷീർക്ക മക്ക ഓർ മദീന ഏത് തിരഞ്ഞെടുക്കും? ഇത് രണ്ടും. ഞാനിന്നലെ എനിക്ക് മദീനയിൽ പോകുന്നത് ഇഷ്ടമാണ്. പക്ഷേ അവിടെ എനിക്ക് 2-3 ദിവസം കഴിയുന്നതോടുകൂടി നമുക്ക് ആ ഇഷ്ടത്തോടുള്ള കുറവല്ല, പക്ഷെ വീണ്ടും നമ്മുടെ മനസ്സ് മക്കയിലേക്ക് ആകർഷിക്കുക. മദീനയിൽ ഞാൻ പറഞ്ഞു, മക്കയിലെ ബഹളത്തിൽ നിന്ന് ഒരു ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്നൊരു സൈലന്റിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാം ആൻഡ് കൂൾ അന്തരീക്ഷം, പ്രകൃതി തന്നെ ഒന്നൊരു തണുത്ത് പോയി ഇരിക്കുന്നു. ആളുകൾക്ക് തന്നെ ഒരു വ്യത്യാസം, അപ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നും. പക്ഷെ ഒരു ഇബാദത്ത് ലക്ഷ്യം വെച്ച് നമുക്ക് മദീനയെ സ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പിന്നീട് നമുക്ക് ചരിത്രത്തിലേക്ക് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടൂറാണ് കേട്ടോ, ഞാൻ അത് ഉദ്ദേശിക്കുന്ന ഒരു ഇബാദത്ത് ടൂറാണ്. നമ്മൾ ഓരോ പ്രദേശം കാണുമ്പോഴും ഓരോ ഇത് കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം കിട്ടാൻ നമ്മൾ സാധാരണ എക്സ്കർഷൻ ടൂറൊക്കെ പോകും. പക്ഷെ ഇവിടെ ഈ ജീവനുള്ള ഇസ്ലാമിനെ നമുക്ക് തിരിച്ചറിയാം. ജീവനുള്ള ഇസ്ലാമിനെ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് തൊട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ആ ബോധ്യപ്പെട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇനി ഹറമിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു 13 വർഷക്കാലം അതിൻ്റെ ഇടയിൽ ആ പ്രവാചകൻ തായിഫിൽ പോയി തിരിച്ചു നമ്മൾ പറഞ്ഞു, വീണ്ടും മക്കയിലെത്തി. പിന്നീട് മക്കയിൽ പഴയ ഒരു ചരിത്രം പരിശോധിച്ചാൽ മക്കക്കാരും മദീനക്കാരും തമ്മിലൊരു കരാർ, അതാണ് അഖബ ഉടമ്പടി. അപ്പോൾ ശരിക്കും കാണാം കേട്ടോ, ആ സ്ഥലം ശരിക്കുള്ളത് മീനായിൽ നമ്മൾ കല്ലെറിഞ്ഞ് ഹറമിലേക്ക് വരുന്ന വഴിയിൽ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ജംറ വികസിപ്പിക്കാൻ വേണ്ടി മണ്ണ് മാറ്റിയപ്പോൾ അവിടെ റൂഫില്ലാത്തൊരു പള്ളി കണ്ടു. ചെറിയൊരു പള്ളി, ഇപ്പോഴും അവിടെ ഒരു മിനാര, ഒരു മിഹ്റാബുള്ളൊരു പള്ളി, റൂഫൊന്നുമില്ല, ഒരു 10-50 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ള. അവിടെ വെച്ചിട്ടാണ് ഈ ബൈഅത്ത് നടക്കുന്നത്. അഖബ, ബൈഅത്തുൽ അഖബ. ഈ രണ്ടാമത്തെ ബൈഅത്ത്. ഒന്നാമത്തെ ബൈഅത്ത് നമുക്കറിയാം, അഖബയിൽ 1-ാം ഉടമ്പടിയിലാണ് നമ്മുടെ മക്കക്കാർ പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ ഞങ്ങൾ മദീനക്കാരാണ്, ഞങ്ങൾക്കൊരാളെ പറഞ്ഞേക്ക് ഈ ഖുർആൻ പഠിപ്പിക്കാൻ. അങ്ങനെയാണല്ലോ മിസ്അബിൻ ഉമേർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ മിസ്അബിൻ ഉമേർ മക്കയിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ധനാഢ്യനും ശബാബും സൗന്ദര്യമുള്ള ആളൊക്കെ. പക്ഷെ ആളെ കൂടെ അബ്ദുല്ലാഹി മക്തും എന്ന് പറയുന്ന കണ്ണ് കാണാത്ത ഒരാളെയും കൂടിയാണ് പോയി. മിസ്അബിൻ ഉമേർ മദീനത്ത് ചെന്നു. അവിടെ ചെന്നിട്ട് കുറച്ച് ക്ലാസ്സുകളൊക്കെ ഒരു ഇപ്പൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരുന്നൊരു രംഗമുണ്ട്. ആ തിരിച്ചിങ്ങനെ വരുമ്പോൾ ദൂരേന്ന് പ്രവാചകനെ നോക്കുമ്പോൾ ഈ പ്രവാചകന് മനസ്സിലായില്ല, ഈ 78 ആളുകളുണ്ടായിരുന്നല്ലേ തിരിച്ചു വരുമ്പോൾ. പക്ഷെ മിസ്സബിന് മനസ്സിലായില്ല. മിസ്സബിന് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അടുത്ത് വരുമ്പോൾ അത് മിസ്സബാന്ന് മനസ്സിലാക്കുന്നുള്ളൂ. നോക്കുമ്പോൾ മിസ്സബ് ആകെ മാറിയിട്ടുണ്ട്. ഉടുപ്പെല്ലാം കീറിപ്പറിഞ്ഞ് വസ്ത്രമൊക്കെ പോയി, ആകെ ജട പിടിച്ച് മെലിഞ്ഞൊട്ടി കരിഞ്ഞു പോയി. അദ്ദേഹം നടന്ന് ക്ഷീണിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പിടിച്ചൊന്ന് കരയുന്നുണ്ട്. പ്രവാചകൻ, മിസ്സബേ നീ എന്താ പറ്റിയത്, നീ പോയ പോലെയല്ലോ തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞ് പ്രവാചകൻ മിസ്സബിനെ അങ്ങനെയാണ് വിഷമത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. രണ്ടാമത്തെ അഖബയാണ് ഈ സംസാരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ 13 വർഷം നമ്മൾ ഒരു പുസ്തകം വായിക്കുകയാണ്. 13 വർഷം വായിച്ചു. അടുത്തൊരു പേജാണ് ഇനി മറിക്കാൻ പോകുന്നത്. അതാണ് ഹിജറ. ഈ മുസ്ലിം ചരിത്രത്തിൻ്റെ നമുക്ക് ബോധ്യമാകേണ്ട ഒരു ത്യാഗത്തിൻ്റെ കഥകളല്ല, ത്യാഗത്തിൻ്റെ അനുഭവം. ഈ ഹിജറ
14-ാമത്തെ വർഷം, 13 കൊല്ലം കഴിഞ്ഞ് 14-ാമത്തെ വർഷം ഇതിൻ്റെ സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. അതാണ് മക്കക്കാരും മദീനക്കാരും തമ്മിൽ അവിടെ ഒരുപാട് സംസാരങ്ങൾ നടന്നു. പക്ഷേ അതിൽ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. മദീനക്കാർ പറഞ്ഞു, നബിയെ നിങ്ങൾ വരിക, അല്ലാത്തൊരു വർത്താനം, നിങ്ങൾ വരിക ഞങ്ങളെ നാട്ടിൽ, ഞങ്ങൾ നിങ്ങളെ ചങ്കും കരലും പുറച്ചൊന്ന് സ്വീകരിക്കും. ഭയങ്കര വാഗ്ദാനമല്ലേ, എല്ലാം നിങ്ങൾക്ക് തരും. ഞങ്ങൾ വസ്ത്രം കഴിക്കേണ്ട ഭക്ഷണം ഞങ്ങൾ എന്താണോ കഴിക്കുക നിങ്ങൾക്ക് തരും. ഞങ്ങൾ ഏത് വസ്ത്രമാണോ കൊടുക്കുക അതേ വസ്ത്രം നിങ്ങളും. ഞങ്ങൾ എന്തൊക്കെ ആഹരിക്കുന്നു, എന്തൊക്കെ ആസ്വദിക്കുന്നു, എങ്ങനെയൊക്കെ ജീവിക്കുന്നു, യാതൊരു വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് തരാം. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ചങ്ക് ബ്രോ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചിട്ടോ, ഈ മദീനക്കാരൻ നബിയോട് ചോദിച്ചു, പ്രവാചകരെ ഞങ്ങളെ നാട് കുഴപ്പമൊന്നുമില്ല, യുദ്ധമില്ല, പ്രശ്നമില്ല, പ്രതിസന്ധി ഒന്നുമില്ല. പക്ഷേ ഈ ഇസ്ലാം നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ സ്വാഭാവികമായും ഈ ലായിലായിലെല്ലാം അവിടെ പ്രബോധനം ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും, ഞങ്ങളെ സമാധാനം നഷ്ടപ്പെടും, ഞങ്ങളെ യുദ്ധങ്ങൾ വരെ നടക്കേണ്ടി വരും. പക്ഷെ ഒക്കെ ഞങ്ങൾ സഹിക്കും കേട്ടോ, എല്ലാം ഞങ്ങൾ സഹിക്കും. ഞങ്ങൾക്ക് എന്താ കിട്ടുക നബിയെ? അതൊരു ചോദ്യമല്ലേ. ഞങ്ങൾക്ക് എന്ത് കിട്ടും പ്രവാചകരെ? അവിടെയാണ് അള്ളാഹിൻ്റെ പ്രവാചകൻ ഒരു വാഗ്ദാനം കൊടുത്തത്. മദീനക്കാരേന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ആകാശഭൂമികളെക്കാട്ടിൽ വിശാലമായ സ്വർഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു ചോദ്യം, സ്വർഗം കിട്ടുമോ ഞങ്ങൾക്ക്? അതെ, നിങ്ങൾക്ക് സ്വർഗം കിട്ടും, എന്നാ വന്നോളീന്ന്. ആ വന്നോളി എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുന്നത്? അൻസാറുകൾ. പോയ ആൾക്കാരെ അവിടെയാണ്. ഇനി നമ്മൾ 14-ാമത്തെ കൊല്ലം അടുത്ത പേജ് വായിക്കാം. ഹിജറ ചരിത്രത്തിലെ നമുക്ക് മനസ്സിലായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ കയറേണ്ട ഒരു ചരിത്രമാണ് സത്യത്തിൽ ഹിജറയുടെ പോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുസ്ലിങ്ങളെ നമുക്കിത് ഒരു ഓഫർ വന്നിരിക്കുന്നു, രക്ഷപ്പെട്ടോളൂ. ആരാ നബിയെ ഞങ്ങളെ കൊണ്ടുപോവുക? ആരെ കൂടെ ഞങ്ങൾ പോവുക? ഒന്നുമില്ല. ആരാണ് അമീർ? എപ്പോഴാ പോവുക? എന്തൊക്കെ എടുക്കേണ്ടത്? ഒന്നുമില്ല. എവിടെയാണ് മദീന എന്ന് പോലും അറിയില്ല. പോകേണ്ടത് ഇതിലെ കൂടെയാണ്, കത്തിയെരിയുന്ന സൂര്യൻ്റെ ചോട്ടിൽ കത്തിയാളുന്ന മണലിൽ കൂടെ ചവിട്ടിയിട്ട് പോകണം. എന്താ എടുത്തിട്ടുണ്ടാകുക? നമുക്ക് സങ്കല്പിച്ച് നോക്കുക. ഒരു കേസിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് കൈപ്പിടിക്കാൻ എടുത്തിട്ടുണ്ടോ? അതിൽ ആരാ പോകണമെന്ന് നേരം വെളുത്ത വാപ്പാനെ കാണാനില്ല, വാപ്പ പോയിട്ടുണ്ട്. ഉമ്മാനെ കാണാനില്ല, ഉമ്മ മുസ്ലിമ പോയിട്ടുണ്ട്. മക്കളെ കാണുന്നില്ല, മക്കൾ മുസ്ലിമ പോയിട്ടുണ്ട്. അങ്ങനെ മുസ്ലിങ്ങളും അല്ലാത്തവരും തമ്മിൽ വേർപിരിഞ്ഞ ഒരു വലിയ ചരിത്രമാണ് സത്യത്തിൽ ഹിജറ. പലരും ആ ഹിജറയുടെ സമയത്തായിരിക്കും ഇന്ന ബന്ധുക്കൾ മുസ്ലിങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ആരും അറിയില്ലല്ലോ, ഒക്കെ വഴി വെച്ച് കണ്ടുമുട്ടുകയാണ്. പക്ഷെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം ബാക്കിയായി. ഖുറൈശികൾ തീരുമാനമെടുത്തു ഇനി നബിയെ കൊല്ലണം. അങ്ങനെയാണ് മുഹമ്മദിന് വീട് വളഞ്ഞ് പ്രവാചകൻ അന്ന് അലി അള്ളാഹുവിൻ്റെ വീട്ടിൽ കിടന്നിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രക്ഷപ്പെടാൻ വേണ്ടി പടച്ചോൻ പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പോകുന്ന സമയത്ത് അലിയോട് പറഞ്ഞു, അലി നീ പോകരുത്. അലി അള്ളാഹുവിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, നീ പോകരുത്. നബി പറഞ്ഞൊരു കാര്യം, നമ്മൾ പ്രവാചകനെ കുറിച്ച് ആലോചിക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ, പ്രവാചകനെ കൊല്ലാൻ നിൽക്കുന്ന, വാളും പിടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന ആളുകളുടെയൊക്കെ അമാനത്ത് എൻ്റെ കയ്യിലുണ്ട്, എന്നെ ഏൽപ്പിച്ച സ്വത്തുണ്ട്, അലി നീ ഇത് അവർക്കൊക്കെ തിരിച്ചു കൊടുക്കണം. നോക്കി നിങ്ങൾ, കറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അലിയെ ഏൽപ്പിച്ചു. ഒരു ശത്രുവിൻ്റെ ോടുള്ള ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച അമാനത്ത് കറക്റ്റ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ടൈം പോലും പ്രവാചകൻ അമാനത്ത് ഏൽപ്പിച്ചിട്ടാണ് അലിയോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ മക്കയിൽ ഇപ്പോൾ ക്ലോക്ക് ടവർ, തൊട്ടിപ്പുറത്ത് ഹിൽട്ടൺ ടവർ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഷാരെ ഹിജറ ഉള്ളത്. ഇപ്പോഴും ആ വഴി അവിടെ ഉണ്ട്, കുറച്ച് വിശാലമായിട്ടുണ്ട്. അതാണ് ഷാരെ ഹിജറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം അവിടുന്ന് നേരെ ഇപ്പോൾ നമ്മൾ സഫാ മറുപടിയുടെ അങ്ങേ ഭാഗത്ത് നിന്ന് ഇവിടെ വന്നിങ്ങനെ പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ ഈ അവിടെ ചെല്ലുമ്പോൾ പ്രവാചകൻ്റെ വീടിന് ചുറ്റിനും ആൾക്കാർ നിൽക്കുന്നുണ്ട്, അലി അള്ളാഹുവിൻ്റെ വീട്ടിൽ. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ഞങ്ങൾ മുഹമ്മദിനെ കൊല്ലാൻ നിൽക്കുകയാണ്. എന്നാൽ മുഹമ്മദ് അത് അവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങളെവിടെ നോക്കുന്നത്? അപ്പോഴാണ് ഇവർ തന്നെ കാണുന്നത്. അങ്ങനെ ഇവിടെ വെച്ചിട്ടാകാം ഒരു പക്ഷേ പ്രവാചകൻ കഅബയിലേക്ക് തിരിഞ്ഞ് പറഞ്ഞു, മക്ക നീ എന്നെ പ്രസവിച്ച നാടാ, നീ എൻ്റെ ഉമ്മയാണ്, നിൻ്റെ ആളുകൾ എന്നെ അവിടെ നിർത്താൻ അയക്കാത്താണ് ഞാൻ പോകുന്നത്. എനിക്കൊരിക്കലും
ഇവിടുന്ന് പോകാൻ ഒരു ഇഷ്ടവുമില്ല. എൻ്റെ നാടല്ലേ ഇത്, എൻ്റെ ഉമ്മയല്ലേ ഇത്, പക്ഷെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ്. ചരിത്രം പറയുന്നത് മദീനയിൽ എത്തുന്ന വരെ പ്രവാചകൻ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. അത്ര സങ്കടത്തിലാണ്. അതാണ് പോവാൻ കഴിയില്ല, മക്കയോട് അത്ര വിട പറഞ്ഞു പോവാൻ. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന വഴി ഹിജറ എന്ന് പറയുന്നത് വലിയൊരു ചരിത്രമാണ്. നമുക്ക് കുറച്ച് കാലങ്ങളോളം സംസാരിച്ച തീരാത്ത ചരിത്ര ഹിജറയൊക്കെ ഉണ്ട്, ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ജബൽ സൗറിലേക്കാണ് ഇനി പോകുന്നത്. ആ ജബൽ സൗർ നമ്മളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് എന്നെ നിങ്ങൾ നോക്കൂ, ഞാനിതാ കുറച്ച് കാര്യം നിങ്ങളോട് പറയാൻ പോവാണ്. സൗർ പറയാണ്, എൻ്റെ മടിത്തട്ടിലാണ് എൻ്റെ തലേൻ്റെ മുകളിൽ ഒരു ഗുഹയുണ്ട്, ഒരു പൊത്തുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രവാചകൻ ഞാനാണ് ഒളിപ്പിച്ചു വെച്ചത്. എൻ്റെ വിരിമാറിലൂടെ ചവിട്ടിയിട്ടാണ് നിങ്ങളുടെ പ്രവാചകൻ എൻ്റെ തലയുടെ മുകളിലുള്ള പൊത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നത്, ഞാനാണ് ഒളിപ്പിച്ചു വെച്ചത് എന്ന് ആ ജബൽ സൗർ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. നമ്മൾ സൗറിനോട് ചോദിക്കണം, ജബൽ സൗർ, നിങ്ങളാണ് ഞങ്ങളുടെ പ്രവാചകനെ ഒളിപ്പിച്ചു വെച്ചല്ലേ? അതെ, ഞാനാണ്, എൻ്റെ തലയുടെ മുകളിലുള്ള പൊത്തിലാണ് ഞാൻ ഒളിപ്പിച്ചു വെച്ചത്, ഞാൻ നിങ്ങളുടെ ശത്രുക്കൾക്ക് കൊടുത്തിട്ടില്ല നിങ്ങളുടെ പ്രവാചകൻ എന്ന് ജബൽ സൗർ നമ്മളോട് പറയാതെ പറയും. നമുക്ക് അവിടെ ഒരു ബോധ്യം വരണം. അവിടെയൊക്കെ ജീവനുള്ള ഇസ്ലാമിനെ നമുക്ക് തിരിച്ചറിയാം. കാരണം ജീവിക്കുന്ന ചരിത്രത്തെ നമ്മൾ അവിടുന്ന് തൊട്ടറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറ സൗർ ഗുഹയിലെത്തി. സൗർ ഗുഹ നമ്മളോട് പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ബോധ്യമായി. ലോകത്തിലെ ഏറ്റവും വലിയ തവക്കുൽ നടന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ബുക്രലാവ് ആ പൊത്തുകളൊക്കെ അടച്ചു വെച്ചു, എന്തെങ്കിലും ജന്തുക്കൾ ആക്രമിക്കും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ബുക്രലാവ് പ്രവാചകൻ്റെ മടിയിൽ ഉറങ്ങുകയാണ്. പക്ഷേ ബുക്രലാവിൻ്റെ കാലിലെന്തോ കടിച്ചിട്ടുണ്ട്, അവിടുന്ന് അസഹ്യമായ വേദനയാണ്. പക്ഷെ കാലിളക്കിയാൽ നബിയുടെ ഉറക്കം നഷ്ടപ്പെടും, അത് കടിച്ചു പിടിച്ചു എന്നാണ്. അത് അത്രയും പ്രവാചകന് ഇഷ്ടമായിരുന്നു. തൻ്റെ പ്രവാചകൻ്റെ ഉറക്കം നഷ്ടപ്പെടാൻ പാടില്ല, തൻ്റെ കാല് വേദനിച്ചാലും വേണ്ടില്ല എന്ന ബുക്രലാവ്. അതാണ് കൂട്ടുകാർ തമ്മിൽ ഏറ്റവും അഭേദ്യമായ ബന്ധം. ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബോധ്യം വരേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർ പറയാതെ പറഞ്ഞു തരുന്നുണ്ട്, ജീവിച്ച് കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. സംസാരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഞാനും നിങ്ങളും സംസാരിക്കുന്നത് മണിക്കൂറുകളോളം സംസാരിക്കാം. പക്ഷെ അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ എന്നുള്ള, ഇവിടെ ഈ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഇവരൊക്കെ നമുക്ക് പറച്ചിൽ കുറച്ചിൽ. ഇപ്പോൾ ഹജ്ജിനെ കുറിച്ച് പറയാനുണ്ട്. ഹജ്ജ് ചൊല്ലാനില്ല, ചെയ്യാനാണെന്നാണ്. വളരെ കുറച്ചുള്ളൂ, ചെയ്യിക്കല്ലേ. 400 പേജുള്ള ബുക്കുകളൊക്കെ ആൾക്കാർ വഴി ആകെ പ്രതിസന്ധിയായി, പ്രശ്നങ്ങളായി. പക്ഷെ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഹജ്ജ് പറഞ്ഞു കൊടുക്കാം, വളരെ സിമ്പിളായിട്ട്. പക്ഷെ 4-5 ദിവസം കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പുറത്തേക്ക് നോക്കി, ബുക്രലാവ് നോക്കിയപ്പോൾ ശത്രുക്കളെ കാണുന്നു, കാണുന്നു, മുകളിൽ ഇങ്ങനെ കണ്ടു നിൽക്കുന്നു, ഒട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. താഴേക്ക് നോക്കിയവരെ കാണും, ഉറപ്പാണ്. അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ശത്രുക്കൾ എത്തി, നമ്മൾ പിടിക്കാൻ പോവാണ്, ഉറപ്പിച്ചു. അപ്പൊ ബുക്രലാവ് പ്രവാചകനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ആദ്യത്തെ വെട്ട് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്, കാരണം പുറത്ത് വെച്ചിട്ട് വേറെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പ്രവാചകൻ ആ ഒരു സന്ദർഭത്തിൽ അവിടെ നമ്മൾ 2 ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ 3 ആളെന്ന് പറഞ്ഞു. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഈമാനിന്റെ, നമ്മൾ എത്ര ആള് എന്തായാലും വാക്ക് പറയാൻ എനിക്കറിയില്ല. ഈ സമയത്ത് നമ്മുടെ കൂടെ ഇത് പറയാൻ വേണം ഒരു ധൈര്യം. ഇത് ഞാനിങ്ങനെ മക്കയിൽ വെച്ച് നമ്മുടെ ടീമിനോട് ജബൽ സൗറിന്റെ താഴ്വര വെച്ചിട്ട് സംസാരിക്കുമ്പോൾ എന്നോടൊരു 10-70 വയസ്സുള്ള ഒരാൾ പറഞ്ഞു, കുട്ടിയെ എനിക്കൊരു പേടിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് പേടിയില്ലാത്ത? ഞാൻ 10-70 വയസ്സുള്ള ഒരാളാണ്, ഖത്തറിലാണ് എനിക്ക് ജോലി, ഇപ്പോഴും എനിക്കവിടെ കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു പേടിയില്ല. എന്താ പേടിയില്ലാത്ത ചോദിച്ചപ്പോൾ പറയും, ഒന്നാമത് ഞാൻ മുസ്ലിമാണ്, രണ്ടാമത് ഞാൻ മുജാഹിദാണ്. പക്ഷെ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പടച്ചോനല്ലാത്ത ഒരാളോട് എൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ പോലും വിചാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല.
എനിക്കൊരു പേടിയില്ല, ഇനി അത് ചെയ്യൂല. ഞാൻ സംസാരിക്കുമ്പോഴാണ് ഇയാൾക്ക് അയാളുടെ ആ സംസാരം കിട്ടും. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയൊരു തവക്കുൽ നടന്ന സ്ഥലമാണ് ജബൽ സൗർ. പ്രവാചകൻ പറഞ്ഞു, പടച്ചോ നമ്മുടെ കൂടെ ഉണ്ട്, ഇവിടെ നിൽക്കണം നമ്മൾ. അവിടെയാണ് ഇപ്പൊ പുതിയ കാലത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ അള്ളാഹ് അല്ലാത്ത ആളുകളിലേക്ക് പോകുന്നത്. ഇപ്പൊ നമുക്കൊരുപാട് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ അടി ഉറച്ചു പറഞ്ഞു പഠിപ്പിച്ച്, നമ്മൾ അത് തന്നെ ജിഹാദാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച്, നമ്മളൊക്കെ പഠിച്ച് നമ്മളെ പഠിപ്പിച്ച ആളുകൾ തന്നെയും മെല്ലെ 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 അവസ്ഥാന്തരത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. പലതിലേക്കും ഞാൻ മുമ്പ് പറയുന്നത് ശരിയല്ല, ഇപ്പൊ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ആലോചിക്കേണ്ടത്, ആ പ്രവാചകൻ തവക്കുൽ ചെയ്തു, ശത്രുക്ക് കുരിഞ്ഞു നോക്കിയില്ല, പോയി. പിന്നെയാണ് ഹിജറ പോകുന്നത്. മദീനയിലേക്ക് ആ ഹിജറ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിലൊക്കെ ഒരു വലിയ ഒരുപാട് ചരിത്രം. ഇപ്പൊ അടുത്ത കാലത്ത് സൗദി ഗവൺമെന്റ് ഒരു മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ആപ്പ് തുടങ്ങുന്നുണ്ട് അവർ. പ്രവാചകൻ പോയ വഴിയിലൂടെ യാത്ര ചെയ്യാം ഹിജറ പോയവർക്ക്, നമുക്കതിൽ സഞ്ചരിക്കാനുള്ള ഒരു അവസരം അവരുണ്ടാക്കി തരുന്നുണ്ട്. പക്ഷെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത്, ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും ഇങ്ങനെ പോകും. ആ രണ്ടുപേരും പോകുന്നത് എങ്ങനെ വെച്ചാൽ, ഉദാഹരണമായിട്ട് നമുക്കൊരു കുഞ്ഞിനെ, ഒരു 5-6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വെയിലും മഴ ഏൽക്കാതെ നമ്മൾ പൊതിഞ്ഞെട്ടി കൊണ്ടുപോകില്ലേ, വളരെ സുരക്ഷിതമായിട്ട് എല്ലാ കാലാവസ്ഥയിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിച്ച് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ പ്രവാചകനെ ആ കൊണ്ടുപോയിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ കൊണ്ടുപോക്ക്. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കുറേ ദൂരം പോകും പ്രവാചകൻ ബോക്കല്ലാവും, അവിടെ പോയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ കൊണ്ടുപോയിരുത്തും. എന്നിട്ട് പിന്നെയും വഴി വല്ല ശത്രുക്കളോ കല്ലോ മുള്ളോ കൊണ്ടോ നോക്കിയിട്ട് അവിടെ കൊണ്ടുപോയിരുത്തും. അങ്ങനെ 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 കൊണ്ടുപോകണം. ആ പോകുന്ന വഴിയൊക്കെ എത്രയാണ് അവരുടെ ദൂരം, എവിടെയാണ് മദീന, എന്താണ് കാലാവസ്ഥ, സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത്. നമുക്കറിയാലോ, സൗദി അറേബ്യയിലൊക്കെ ഇപ്പം ചൂടുള്ള സമയം വന്നു കഴിഞ്ഞാൽ ഒരു ഹോം ലൈറ്റ് അടിക്കാൻ നമുക്ക് തീയൊന്നും വേണ്ട, ആ ചട്ടി പുറത്ത് വെച്ചാൽ മതി എണ്ണ ഒഴിച്ചിട്ട്, അത്രയ്ക്ക് ചൂടാണ്. കഴിഞ്ഞ ഹജ്ജിന് എത്രയോ ആൾക്കാർ മരണപ്പെട്ടു, 52-54 ഡിഗ്രി ചൂട് വരികയാണ്. പക്ഷെ ആ പഴയ കാലത്തുള്ള ചൂട്, മുകളിലെ ചൂട്, ഈ മരുഭൂമിയിലെ ചൂട്, എന്തൊക്കെ സഹിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവും. അതിന് മുമ്പ് പോയ കുറേ മനുഷ്യന്മാരുണ്ടല്ലോ, അവരൊക്കെ മദീനയിൽ ചെന്ന്, അന്നൊന്നും ഫോട്ടോഗ്രാഫി ഇല്ലാത്തതുകൊണ്ടാണ്. സത്യത്തിൽ നമ്മളെ മനസ്സിലൊരു ഫോട്ടോ വരണം. ആ മനുഷ്യന്മാരുടെയൊക്കെ ശരീരത്തിൻ്റെ ഒരു ആകൃതി എന്തായിരിക്കും, അവരെ വസ്ത്രം എന്തായിരിക്കും, അവരെ കാലിൻ്റെ അടിയൊക്കെ എന്തായിരിക്കും, അതൊക്കെ ചുട്ടുപൊള്ളി വിണ്ട് കീറി കല്ലൊക്കെ തടഞ്ഞു ചോര ഒലിപ്പിച്ച് കരിഞ്ഞു ഉണങ്ങിയിട്ടായിരിക്കും ഒരു പക്ഷെ അവർ മദീനത്തെത്തിണ്ടാകും. ആ സമയത്ത് ഓല് ചിന്തിച്ചോ? നമ്മളാണ് ചിന്തിക്കും, എന്തിനാ അങ്ങനെ പോകുന്നു, എന്തിനാ അങ്ങനെ ഇടങ്ങാറാണ്. പക്ഷെ അവരെ എനിക്ക് തോന്നുന്നറിയോ, ഞാൻ ആലോചിക്കാറ്, പടച്ചോൻ ഒരു സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ പോയിരിക്കും സ്വർഗത്തിലേക്ക്, അങ്ങനെ പോയതായിച്ചിട്ട്. പ്രവാചകൻ അവസാനം പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുകയാണ് മദീനക്കാർ. ഈ 14-ാമത്തെ വർഷം നമ്മൾക്ക് ഒരു ആശ്വാസത്തിന്റെ കുറേ വാക്കുകളാണ് പിന്നെ കാണുന്നത്, ഒരു ആശ്വാസത്തിന്റെ കാലാവസ്ഥ. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എല്ലാ ദിവസവും അവർ കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കും, നബിയെ കാത്തിരിക്കും. അങ്ങനെ ഒരു ദിവസം വെള്ളിയാഴ്ച രാവിലെ ദൂരോട്ട് നോക്കുമ്പോൾ ഒട്ടകത്തിന്റെ തല ഇങ്ങനെ കാണുന്നു. മദീന മുഴുവൻ വാർത്ത വരുന്നു, നമ്മുടെ പ്രവാചകൻ വരുന്നുണ്ട്, അള്ളാഹിന്റെ ദൂതർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മദീനയിൽ മുഴുവൻ ആളുകൾ ഓടി ഓടി വന്ന് നബിയെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കല്. അവർ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ, അൻസാറും മുഹാജിറുകളും ഒന്നായി, എല്ലാവരും അവിടെ ഒന്നായി. ഇനി അവർക്ക് പ്രവാചകനെ കിട്ടണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ട്, വിവരം കിട്ടി, എല്ലാവരും ഓടി വന്നു. മരത്തിന്റെ മുകളിലും ഉയരുള്ള തലത്തും പിന്നെ കെട്ടിടത്തിന്റെ മുകളിലും അതുപോലെ മലേന്റെ മുകളിലൊക്കെ കയറി നിന്ന് നബി ഇങ്ങനെ കാത്തിരിക്കും. ആ ഒരു വരവ് നബി ദൂരേന്ന് ഇങ്ങനെ കാണുമ്പോൾ, പ്രവാചകനെ ഇങ്ങനെ കാണുമ്പോൾ ഇവര് അറിയാതെ ഒരു പാട്ട് പാടി കൈകുട്ടി സ്വീകരിച്ചു അല്ലേ, തലകൽ ബദറു അലൈന. പക്ഷെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഒരു അല്പം സന്തോഷം ഉണ്ടായിട്ടുണ്ടാകുമെന്ന് നമ്മൾ ആലോചിക്കും. കാരണം വെച്ചാൽ കല്ലെടുത്തെറിഞ്ഞ ഓടിച്ച നാട്ടിൽ നിന്ന് കൈകൊട്ടി സ്വീകരിക്കുന്ന നാട്ടിലേക്ക് നബി ഇങ്ങനെ വരിക, കുറേ ആളുകളെ കാത്തിരിക്കുക. നമ്മുടെ പ്രവാചകൻ ഒരു അല്പം സന്തോഷിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞു, നാളത്തെ കാര്യം അറിയുന്ന പ്രവാചകൻ വരുന്നുണ്ട്. ആ പാട്ടിനകത്ത് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ നാളത്തെ കാര്യം അറിയുന്ന പ്രവാചകൻ വരുന്നുണ്ട്, പ്രവാചകൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു.
വലിയൊരു മാതൃകയല്ലേ. നമ്മളൊരാളിങ്ങനെ പുകയത്തുകയാണെങ്കിൽ നമ്മൾ പറയും, നമ്മൾ മിണ്ടാതിരിക്കും, പറഞ്ഞോട്ടെ. പക്ഷെ പ്രവാചകൻ പറഞ്ഞു സ്റ്റോപ്പ്, അത് പറയരുത്, അത് പഠിച്ചോനെ അറിയുള്ളൂ, എനിക്കറിയില്ല. ഈ മദീനയിലേക്ക് നമ്മൾ മക്കയുടെ ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞു, അവിടുത്തെ മെസ്സേജുകൾ പറഞ്ഞു. ഈ മദീനയിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് മദീനയുടെ സ്ഥലം, മദീന എന്ന് പറഞ്ഞാൽ ഉംറയുടെ ഭാഗമോ ഹജ്ജിൻ്റെ ഭാഗമോ അല്ല. മദീന സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഉൾപ്പെടുന്നതല്ല. പക്ഷെ എങ്കിലും മദീന നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്ര ദൂരം യാത്ര ചെയ്തതുകൊണ്ട് മദീനയിലെ പള്ളിയിൽ സിയാറത്തിന് പ്രതിഫലമുണ്ട് നമുക്കറിയാം. പ്ലസ് മദീന എന്ന് പറയുന്ന സ്ഥലം പ്രവാചകന്റെ ചരിത്രത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ മദീന എന്തായാലും കാണാൻ പോകാറുണ്ട് നമ്മൾ. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളത്? അവിടുത്തെ ഓരോ സ്ഥലങ്ങളും നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മദീനയിൽ ഇപ്പോൾ നമുക്ക് പ്രവാചകനെ അവിടെ സ്വീകരിച്ചു. ആദ്യമായി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് അബൂ അയ്യൂബിൽ അൻസാരിയുടെ വീട്ടിലാണ് നബി വിരുന്നുകാരനായത്. അവിടെ ചെന്നപ്പോൾ നബി ഇങ്ങനെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് വലിച്ചു. അതാണ് മസ്ജിദ് ഖുബ. നമുക്ക് മദീനയിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന പള്ളി ഇത് മസ്ജിദുൽ ഖുബയുടെ അടുത്ത് തന്നെയാണ് അബൂ അയ്യൂബ് അൻസാരിന്റെ വീടുണ്ടാകും. മസ്ജിദ് ഖുബ നിന്നിടത്ത് തന്നെയാണ് അബൂ അയ്യൂബ് അൻസാരിന്റെ വീടുണ്ടായത്. ഒരു പാവപ്പെട്ട കർഷകനായിരുന്നു. അവിടെ പോയിട്ടാണല്ലോ പ്രവാചകൻ അവിടെ പോയി മുട്ടുകുത്തി ഒരു പരിഹാരം എന്നുള്ളത് എനിക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുട്ടുകുത്തി, ഒട്ടകം മുട്ടുകുത്തി അവിടെ അതിഥിയായി. അയാൾക്ക് ഇതിലേറെ സന്തോഷം വല്ലതും ഉണ്ടോ? അവിടെ ചരിത്രം പറയുന്നത് അയാളുടെ 2 തട്ടുള്ളൊരു വീടായിരുന്നു. നബിയെ ആദരിക്കാൻ വേണ്ടി അയാളെ വീടിന്റെ മുകളിൽ താമസം കൊടുത്തു. അപ്പൊ അയാൾക്കൊരു സങ്കടം. പിന്നെ പ്രവാചകൻ മുകളിലാണ്, അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങി ബൈഅത്ത് ചെയ്യാൻ വരുമ്പോൾ വലിയൊരു പ്രയാസമായി. അപ്പോൾ നബിയെ താഴെ എത്തി, ഇയാൾ മുകളിൽ. അപ്പോൾ ആളാണ് ഇയാൾക്ക് സങ്കടം വന്നത്, ഞാൻ നബിന്റെ മുകളിലാണ് താമസിക്കുന്നത്. അങ്ങനെ അവിടെയാണ് മസ്ജിദ് ഖുബ. നമുക്ക് ആ പള്ളി സന്ദർശിക്കാം. മദീനയിൽ വെച്ച് അവിടുന്ന് ഒളു ഉണ്ടാക്കി മസ്ജിദ് ഖുബയിൽ വന്ന് നിസ്കരിച്ച ഉംറ ചെയ്ത കൂലിയിൽ നിന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മസ്ജിദ് ഖുബ കഴിഞ്ഞു നമുക്ക് മസ്ജിദ് നബവി. മദീനയിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ മക്കയുടെ ബഹളവും മക്കയിലുള്ള തവാഫ് ബഹളം, ആ അന്തരീക്ഷത്തിൽ നിന്ന് ഒരാൾ മദീനയിലേക്ക് ഒരു ബഹളത്തിൽ നിന്ന് ഒരു സൈലന്റിലേക്ക് പോകുന്ന പ്രതീതിയാണ് മദീന. അപ്പോൾ ഹജ്ജിന് ഉംറയ്ക്ക് വരുന്ന ആള് മക്കയിൽ താമസിച്ചു. നമ്മളൊരു 3 ദിവസം മദീന. പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് മദീന ഇഷ്ടം. കുറെ ആൾക്കാർ കുറെ ദിവസം സ്പെൻഡ് ചെയ്ത് 40 വക്ത് നിസ്കാരം വേണമെന്നൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഈ ഹജ്ജിന് ആൾക്കാർ പല ആളുകൾ ഹജ്ജിന് പോയി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഉംറയ്ക്ക് പോയതിനു ശേഷം മക്ക ഒരുപാട് വിഭാഗത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ മദീന എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ട് ഒരു ഇമോഷൻ പ്രകടിപ്പിക്കാറുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ നമ്മുടെ നാടുകളിലെ ചില സൗദി അറേബ്യ അല്ലെങ്കിൽ പ്രവാചകനെ പറ്റിയിട്ടുള്ള പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് എത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പാട്ടുകളിലൊക്കെ മദീനയെ പുൽകാനുള്ള പൂതിയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഒന്ന്, എന്താണ് അതിനുള്ളൊരു കാരണം? 2, ഇത്രയും 2 സ്ഥലത്തെ അറിയാൻ പറ്റുന്ന ബഷീർക്ക മക്ക ഓർ മദീന ഏത് തെരഞ്ഞെടുക്കും? ഇത് രണ്ടും. ഞാനിന്നലെ എനിക്ക് മദീനയിൽ പോകുന്നത് ഇഷ്ടമാണ്. പക്ഷേ അവിടെ എനിക്ക് 2-3 ദിവസം കഴിയുന്നതോടുകൂടി നമുക്ക് ആ ഇഷ്ടത്തോടുള്ള കുറവല്ല, പക്ഷെ വീണ്ടും നമ്മുടെ മനസ്സ് മക്കയിലേക്ക് ആകർഷിക്കുക. മദീനയിൽ ഞാൻ പറഞ്ഞു, മക്കയിലെ ബഹളത്തിൽ നിന്ന് ഒരാള് ഒരു ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്നൊരു ഒരു സൈലന്റിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാം ആൻഡ് കൂൾ അന്തരീക്ഷം, പ്രകൃതി തന്നെ ഒന്നൊരു തണുത്ത് പോയി ഇരിക്കുന്നു. ആളുകൾക്ക് തന്നെ ഒരു വ്യത്യാസം. അപ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നും. പക്ഷെ ഒരു ഇബാദത്ത് ലക്ഷ്യം വെച്ച് നമുക്ക് മദീനയെ സ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമ്മളൊരു ആത്മീയമായ ഒരു സുഖം നമുക്ക് ലഭിക്കുന്നത് മക്കയിലാണ് പൂർണ്ണമായിട്ടും, വലിയ ഇബാദത്തുള്ള നിലക്ക്, ആരാധന എന്നുള്ളതിൽ. എന്നാൽ നേരെ മറിച്ചൊരു ശാന്തത, ഒരു സമാധാനത്തോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രവാചകൻ ഓർക്കാനൊക്കെ പറ്റുന്നത്. ഒന്നും കൂടി നമുക്ക് മനസ്സൊഴിഞ്ഞിരുന്ന് ഹറമിൽ വെച്ച് പ്രാർത്ഥിക്കാം. മദീന ചെല്ലും. പിന്നെ ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം, പ്രകൃതി തന്നെ മാറ്റം. അത് ആ 2 കൈ നീട്ടി സ്വീകരിച്ചതിന്റെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ഈ വൃത്തി പോലും ഇപ്പോൾ മക്കയിൽ ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ടാവാം, വൃത്തി പോലും മദീനയിലെത്തുമ്പോൾ നമുക്കൊരു ഒന്നുകൂടെ ഒരു ഫ്രഷ് ആൻഡ് ക്ലീൻ അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ മദീനയിൽ നമ്മളല്ലാത്ത, അപ്പോൾ നമുക്കല്ലാത്ത കുറെ ആളുകൾ താല്പര്യം മദീനയിലാണ് പ്രവാചകന്റെ ഖബറ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ ഒരു വലിയ ഇഷ്ടമുള്ള സ്ഥലം. അപ്പൊ പ്രത്യേകിച്ച് ഖബർ എന്ന് പറയുമ്പോൾ വേറെ വികാരം വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ആരാധനയുടെ ഇത് അവിടെ പോയി നിസ്കരിക്കുക അങ്ങനെയുള്ള വരുമ്പോൾ ഒരുപാട് സഹാബിമാരുടെ ഖബറുകൾ, അതുപോലെ തന്നെ ഒരു പ്രവാചകന്റെ ഖബർ, അബൂഖുല്ലാവിന്റെ പിന്നെ ഉമറുല്ലാവിന്റെ ഖബറുകൾ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് വലിയ പ്രാധാന്യം നൽകുന്ന ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന മദീനയെ. കാരണം അത് മദീനയോടുള്ള ഇഷ്ടമില്ല, ഇത്തരം അടയാളങ്ങളോടുള്ള ഇഷ്ടമാണ്, ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക്. അപ്പൊ അവർക്ക് സത്യത്തിൽ അവർ മക്കയിൽ അത്രയും അവർക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഖബർസ്ഥാനുകളൊന്നുമില്ല. പക്ഷെ മദീനത്തിൽ ചെല്ലുമ്പോൾ അവർ ഈ ഖബറുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ പോലീസ് ടീമും ഒന്നും നിയമപാലകർ സമ്മതിക്കാതെ ഇല്ലെങ്കിലും
അത് വിലക്കിയിട്ടോ അല്ലെങ്കിൽ മതിൽ ചാടിയിട്ടോ വേലി ചാടിയിട്ടോ ഒക്കെയും എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് മേത്ത് വെച്ചിട്ട് അവർക്ക് പോയാൽ തൃപ്തിയാവുകയുള്ളൂ. ജനത്തുബക്കയാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ആലോചിക്കേണ്ട വെച്ചാൽ കറ കളഞ്ഞ ലായിലുള്ള ഒരാളുടെ മനസ്സിൽ കയറിയാൽ അയാൾ എക്സ്ട്രാ ഫിറ്റിങ്സിന് പിന്നാലെ പോവില്ല. അത് അതിൻ്റെ അസിൽ തന്നെ അവർ സ്വീകരിക്കും. അല്ലാതെ കുറേ എക്സ്ട്രാ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ആസ്വാദനം, എവിടെയെങ്കിലും തൊടുക, ഒന്ന് മേത്ത് വെക്കുക, എവിടെയെങ്കിലും ഒന്ന് മുത്ത, ഒന്ന് മേത്ത് വെക്കുക, അല്ലെങ്കിൽ അവിടെ പോയി, അല്ലെങ്കിൽ ഒരു പ്രാവിനെങ്കിൽ തീറ്റിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കാവേടെ കില്ലെന്ന് പിടിക്കുക, അല്ലെങ്കിൽ സംസം വെള്ളത്തിൽ വെള്ളം പിഴിഞ്ഞ് പിന്നെ തുണിയൊക്കെ പിഴിഞ്ഞ് കഫൻ തുണി ഉണക്കി കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ ഉണ്ട്. മക്കയുടെ പരിസരങ്ങളൊക്കെ ഒന്ന് ചുറ്റുക, അവിടെ കവർ, ഇവിടെ കവർ. ഒരു വക്ത് പോലും ജമായത്തിന്റെ പ്രാധാന്യം അറിയാതെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ഞാനതിന് പറയാൻ ഇബാദത്ത് ചൂഷണം എന്ന്. ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് ഒരു ജമായത്ത് പോലും ഹറമിൽ നമസ്കരിക്കാൻ അയക്കാതെ ഈ മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ പുണ്യം തേടിയിട്ടുള്ള മലയും മലമടക്കുകളും പാറയും പാറപ്പൊത്തും, അവിടെ കവർ ഇവിടെ കവർ എന്ന് പറഞ്ഞ് അവിടെ പുണ്യം എന്ന് പറഞ്ഞ് മലയും മരങ്ങൾ വരെ മുത്താൻ പോകുന്ന ഒരുപാട് സ്വകാര്യ ഗ്രൂപ്പും അല്ലാതെ ആളുകളുണ്ട്. പറഞ്ഞു പറ്റിക്കാൻ വലിയൊരു ചൂഷണം നടക്കുന്നു ഇബാദത്തിന്റെ കാര്യത്തിൽ. അവിടെയാണ് മക്ക നമുക്ക് തരുന്ന സന്ദേശം. ഞാൻ പറഞ്ഞില്ലേ, ഈ പർവ്വതങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് നിങ്ങൾ അവിടെയല്ല പോകേണ്ടത്, നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ ആത്മാവിലേക്കാണ്, ഈ ലായിലായിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ പ്രവാചകൻ അനുഭവിച്ച കഷ്ടപ്പാട് ത്യാഗമൊക്കെ ലായിലായിലേക്ക് വേണ്ടിയിട്ട് എന്ന് അവിടുത്തെ പ്രകൃതിയും അന്തരീക്ഷവും അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ മണൽത്തരികളും അവിടുത്തെ വായുവും ശ്വാസവും അവിടുത്തെ ഗന്ധവും എല്ലാം നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ ലായിലായിലല്ലയുടെ പ്രാധാന്യം. അങ്ങനെ ഒരാൾ ഉൾക്കൊണ്ടാൽ അതാണ് ഉൾക്കൊള്ളാൻ, അത് ആസ്വദിക്കാൻ ഒരാൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അയാളുടെ ഹജ്ജും ഉംറയും മക്കയും മദീനയൊക്കെ അയാൾക്ക് ധന്യമാണ്. ഈ മദീനയിൽ കാണാനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്? മദീനയിൽ ഇപ്പോൾ നമ്മൾക്ക് പ്രധാനമായും ഇപ്പം നിലവിലുള്ളത് ഒന്ന് ജബൽ ബദർ പോകുന്ന വഴി, ഇവിടുന്ന് മദീനയിൽ പോകുന്ന വഴിയിൽ നിന്നാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം കാണാം. അവിടെയൊക്കെ വലിയൊരു വികാരം ആളുകൾക്ക് പ്രകടിപ്പിക്കുന്നുണ്ട്. ബദർ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ. അപ്പോൾ ബദറിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബദരീങ്ങൾ എന്നുള്ള ഒരു പേരിൽ പണ്ടേ നമ്മളെ ആളുകൾ ഇവിടെ വിളിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾക്കത് ബദരീങ്ങൾ ആരാണെന്നുള്ളത് ഒരാളുടെ പേരാണെന്ന് ഞാനൊക്കെ ധരിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ബദറിൽ മരിച്ച ആൾക്കാരെ മൊത്തത്തിൽ വിളിക്കുന്ന ബദരീങ്ങൾ, അവരെയാണ് ഒന്നിച്ച് വിളിക്കുന്നുണ്ട്. അത് അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു ആവേശം വേറെയാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴൊക്കെയും ആളുകൾക്ക് ബദറിന്റെ ചരിത്രം അവിടെ നിന്ന് ബോധ്യപ്പെടും. അവിടെ എഴുതി വെച്ചതും ശുഹദാക്കളുടെ പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവിടെയും ലായിലായിലുള്ളത് തന്നെയാണല്ലോ. പക്ഷെ അപ്പോഴും ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക, അതിൽ കിടക്കുന്ന കബറാളികളോട് ചോദിക്കുക. അതുപോലെ അവരെ ശത്രുക്കളെ ഒന്നിച്ച് മറവ് ചെയ്ത ഒരു കിണറുണ്ട്, ആ കിണറ്റിലെ കുറേ കല്ല് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ പോയിട്ട് അതിൽ നിന്നൊരു കല്ലെടുക്കുക, എന്നിട്ട് ആ കൂട്ടത്തിലേക്ക് തന്നെ എറിയുക. അങ്ങനെ അവരുടെ ഒരു വാശി തീർക്കുക. ഇങ്ങനെ കുറേ ബാഹ്യമായ പ്രകടനങ്ങൾ അവിടെയാണ്. കഴിഞ്ഞ് മദീനയിൽ ചെന്ന് നമ്മൾ പിന്നെ നമുക്ക് ഖന്തക്ക്, ഉഹദ്, ഖിബ്ലത്തൈനി ഇതൊക്കെ നമുക്ക് ചരിത്രം കാണാവുന്നതാണ്. ഖന്തക്ക്, കിടങ്ങ് കൊഴിച്ച പാഴ്, ഞാൻ ചെന്ന കാലത്തൊക്കെ എനിക്കതിൻ്റെ കുറേ അംശങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നു, കിടങ്ങിൻ്റെ ഒക്കെ. ഇപ്പം അതൊന്നുമില്ല, അവിടെ റോഡൊക്കെ ആയി. പിന്നെ സഭ മസാജിദ് കുറേ പണ്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ റോഡ് വികസനമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ആ ഭാഗത്ത് പിന്നെ പഴയ കാലത്ത് സഭ മസാജിദ് ഉണ്ടായിരുന്നു. പണ്ടത്തെ ഓല കൊണ്ട് മേഞ്ഞുള്ള വീടുകളുടെ ഒക്കെ കുറേ രൂപം അവിടെ ഉണ്ടായിരുന്നു. ഈ കിടങ്ങ് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. കിടങ്ങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നമുക്ക് ആ കിടങ്ങ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന്റെ ഏകദേശം ഒരു ദൂരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ? കിടങ്ങ് മദീന ചുറ്റിനും ഉണ്ടായിരുന്നതാണ്. അതുപോലെ നല്ല അകലെയായിരുന്നു, ഒരാൾക്ക് ചാടിയാൽ പോലും എത്താൻ കഴിയാത്ത രൂപത്തിലുള്ള നീളം കൊണ്ട് അത്രയും ദൂരം ഉണ്ടായിരുന്നു. വീതിയുണ്ട്, നല്ല വീതിയുണ്ട്. കാരണം ഒരാൾക്ക് എടുത്ത് ചാടി അപ്പുറത്തേക്ക് എത്താൻ പാടില്ലല്ലോ, അത്രയും വീതിയിലായിരുന്നു അത് കടങ്ങുണ്ടായിരുന്നു. ഇല്ലല്ല, അത്രയില്ല. അതിൻ്റെ അങ്ങനെ ഒരു ചെറിയൊരു പാട് മാത്രം അവിടെ ഇങ്ങനെ അടയാളത്തിന് വേണ്ടി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വികസനം വന്നപ്പോൾ അതെല്ലാം പോയി. പിന്നെ നമ്മൾക്ക് ഖിബ്ലത്തൈനി നമസ്കരിച്ചതിൻ്റെ ഇടയിൽ തന്നെ തിരിഞ്ഞ സ്ഥലം, അതുപോലെ തന്നെ ഉഹദ്, അതൊക്കെ ഒരുപാട് പാഠം നൽകുന്നതാണ്. ഉഹദ് യുദ്ധത്തിലാണ് നമുക്കൊന്നും കൂടി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ബോധ്യമാകുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ സമ്പന്നതയിൽ ജീവിച്ചാണ് നമ്മുടെ മിസ്അബ് ബിൻ ഉമൈർ, അദ്ദേഹത്തിൻ്റെ കബർ, അതുപോലെ തന്നെ ഹംസ അള്ളാഹുവിൻ്റെ കബർ, അബ്ദുല്ലാഹി ബിൻ ജേബിഷ്, ഈ മൂന്നാളുകളുടെ കബറും ഒരു കുഴിയിലാണുള്ളത്. പിന്നെ അതിന് ചുറ്റിനാണ് ബാക്കി 67 ആളുകളുടെ കബറുകളുള്ളത്. അത് അതിൻ്റെ മതിലിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ തൊട്ട് പുറകിലാണ് ഉഹദ് മലയുള്ളത്. അപ്പോൾ ആളുകൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ തിരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് പണ്ടുപോയത് ഇപ്പോഴുണ്ട് വിചാരിച്ചിട്ട് ആൾക്കാർ തിരഞ്ഞ് അതിൻ്റെ പുറകെ ഇങ്ങനെ കുറേ ആളുകൾ, അങ്ങനെ അതിൻ്റെ ആൾക്കാർ അങ്ങനെ പോകുന്നു. കുറേ ആൾക്കാർ ഉഹദിലേക്ക് തിരിഞ്ഞു.
പക്ഷെ അവിടെയൊക്കെ ഗവൺമെന്റും ആളുകളും മുത്തോമാരൊക്കെ നിന്നിട്ട് ആളുകളെ തിരിച്ചു വിടുക. ഇത് ഇത്തരത്തിൽ പല്ലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരെ ആ തരത്തിൽ ഇങ്ങനെ ആവേശം കൊള്ളിച്ചു വിടുന്ന ആളുകളുണ്ട്. അതുണ്ടാവും. അതിലിപ്പം പല ഇപ്പം പ്രധാനമായും ഇറാനിൽ നിന്നും മറ്റു വരുന്ന അറബ് നാടുകളിൽ നിന്നൊക്കെ വരുന്ന കുറേ ആളുകൾക്കൊക്കെ താല്പര്യം ആണ്. പിന്നെ അവിടുന്ന് അവിടുന്ന് മണ്ണ് വാരി കൊണ്ടുപോകുന്ന ആൾക്കാർ പലരും, അതാണ് അതിൻ്റെ ഹൈറ്റൊക്കെ കുറഞ്ഞു വരികയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത്. ചെറിയ മലയുടെ ആ പിന്നെ ജനത്തിൽ ബക്കി ഉസ്മാനുല്ലാവിൻ്റെ കവർ, അതുപോലത്തെ ഒരുപാട് പ്രമുഖരായ സാബിമാരെ കവറൊക്കെ ഉള്ള സ്ഥലം ജനത്തിൽ ബക്കി. അവിടെയൊക്കെ ഇപ്പം ഗവൺമെൻറ് നല്ല സ്ട്രിക്റ്റാണ്. പഴയ പോലെ ഫുൾ ടൈം കയറാനും ഇറങ്ങാനൊന്നും പാടില്ല. ഇപ്പോഴും കവറടക്കണ്ടല്ലോ. ജനത്തിൽ ബക്കിയിൽ പഴയ പണ്ടേ ഉള്ള കവർ ഇപ്പോഴും മയ്യത്ത് മറവാകുന്നുണ്ട്, ആളുകൾക്ക് കാണാൻ കഴിയും. അസറിന് ശേഷം അവിടെ സിയാറയുണ്ട്, കണ്ട് തിരിച്ചു പോരുകയൊക്കെ ഒരു സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപോരുകയൊക്കെ ചെയ്യാം. പക്ഷെ അവിടെ നമുക്ക് മതിലിനുള്ളിൽ കൂടെ ഒളിഞ്ഞ് നിന്നിട്ട് അങ്ങോട്ട് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പുറത്തിറങ്ങിയാലും പ്രാർത്ഥിക്കുന്നു, സലാം പറഞ്ഞ് പോരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു വികല വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവിടെയൊക്കെ ഒരു വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ആളുകൾ സ്പെൻഡ് ചെയ്ത് മദീന അങ്ങനെ ഒരു, പിന്നെ പഴയ കാലത്ത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പാട്ടുകളിലൂടെയും അല്ലാതെയും ഒക്കെ അതിനെ പാടി പുകഴ്ത്തി അതിൻ്റെ ഒരു വലിയ മക്ക നബിയുടെ രാജ്യം എന്നുള്ള ഒരു പേരിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരികയാണ്. പക്ഷെ അവിടെയൊക്കെ ഇബാദത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്ന ഒരാൾക്കും മദീനയിലുള്ള ഈ ബാഹ്യമായ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുന്നതോടുകൂടി ഈ ആത്മാവ് നഷ്ടപ്പെടുകയാണ്. വീണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2-3 ദിവസം കഴിയുന്നതോടുകൂടി ആ ഒരു ചേഞ്ച് അവിടെ നമുക്ക് അനുഭവപ്പെട്ടു, കലാസ്. പക്ഷേ നമുക്ക് 1 ലക്ഷത്തിലേറെ കൂലിയുള്ളത് മക്കയാണ്. വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇനി നമുക്ക് സഞ്ചരിക്കാനുള്ളത് മക്കയുടെ ഒരുപാട് പാതകളിലൂടെയാണ്.